നഗരസഭ പൊതുമരാമത്ത് വിഭാഗത്തിനെതിരെ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. ജനങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നതായി ആക്ഷേപം. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന നഗരസഭ പൊതുമരാമത്ത് വിഭാഗത്തിനെതിരെ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. നിർമ്മാണം പൂർത്തീകരിച്ച വീടുകൾക്ക് നമ്പറിടുന്നതിനും വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസിലായും വരുന്നവരെ ഇതൊന്നും നൽകാതെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുകയാണെന്ന് സ്വതന്ത്ര കൗൺസിലർ VJ ജോർജ് യോഗത്തിൽ അറിയിച്ചു. മറ്റ് കൗൺസിലർമാരും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ഇതേ ആരോപണം ഉന്നയിച്ചതോടെ യോഗം ബഹളമയമായി. അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കൗൺസിലർമാരിൽ നിന്നും ഉയർന്നത്. 20 മുൻപായി ഉദ്യോഗസ്ഥരുടെയും കൗൺസിലർമാരുടെയും യോഗം വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. CS സുരേഷ്, VO പൈലപ്പൻ, AB ജോർജ്, ആലി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയായ ശേഷം കംപ്ലീഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള 20 പേര്, അതായത് 6 മാസത്തിലധികമായിട്ടുള്ള കേസുകളടക്കം, അതായത് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷ കൊടുത്തിട്ട് ഒരു വ്യക്തിയുടെ ഒരു വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ട് വീട് നിർമ്മിക്കാന്നുള്ളത്. ആ വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് 6 മാസത്തിലധികമായിട്ടുള്ള 100 കണക്കിന് കേസുകൾ ഇപ്പൊ നിലവിൽ കിടക്കുന്നു. 6 മാസമായത്, 5 മാസമായത്, 4 മാസമായത്, പിന്നെ അതിന് മുകളിലേക്ക് എത്രയാണെന്നുള്ളത് ഞാൻ എഴുതി കൊടുത്തതായി മറുപടി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കംപ്ലീഷന് വേണ്ടി ഇവിടെ പണി മുഴുവൻ പൂർത്തീകരിച്ച് അവർക്ക് കയറി താമസിക്കണം. അതിനുവേണ്ടി ഇവിടെ അപേക്ഷ കൊടുത്തിട്ട് എന്റെ വാർഡില നിങ്ങൾക്ക് അറിയണ ഒരു 75 വയസ്സുള്ള ഒരു തഹസിൽദാര്, റിട്ടയർഡ് തഹസിൽദാര് ഈ നഗരസഭ കയറി ഇറങ്ങിയിട്ടിരിക്കുന്നു. നിരവധി പ്രാവശ്യം എന്റെ അറിവ് ശരിയാണ്, ബഹുമാനായിട്ടുള്ള ചെയർമാൻ ശ്രീ ഷിബു വാലപ്പനൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് നടപടിയാക്കില്ല. നമ്മളിന്ന് ആരുടെ പരാതി പറയും? ആ വ്യക്തി, ആ റിട്ടയർഡ് തഹസിൽദാര്, ഒരു ഉന്നത ജോലിയിൽ ഇരുന്നിട്ട് വിരമിച്ച ആ വ്യക്തി നഗരസഭ കയറി ഇറങ്ങിയിട്ട് മാസങ്ങളായി. ആ വയോധികന് സ്വന്തമായിട്ട് വീട്ടിൽ കയറി താമസിക്കാനുള്ള ആ ഒരു കംപ്ലീഷൻ കൊടുക്കാനായിട്ട് ഇതേവരെ തയ്യാറായിട്ടില്ല. അതൊരു കേസ്. ഇവിടെ ചാലക്കുടിയിലെ മുന്നത്തെ ഒരു കോൺട്രാക്ടറാണ് ദിലീപ്. അദ്ദേഹം ഒരു വർക്ക് എടുത്ത് ഒരു പെർമിറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് 4 മാസത്തിലേക്ക് പോയി. ദിലീപ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന അവിടുത്തെ നല്ലൊരു കോൺട്രാക്ടറാണ്. ആ കോൺട്രാക്ടറിന് ഇതുപോലെ കയറി ഇറങ്ങി തരാവാല നടന്നുകൊണ്ടിരിക്കും. ഇതിനുള്ള ഒരു വെളിച്ചമില്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. ദേശീയപാതയുടെ നടുക്കാണ്, നേരത്തെ സിഗ്നൽ ജംഗ്ഷനിലാണ് നമ്മുടെ ഹൈമാ സ്റ്റേറ്റ് ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ BD ദേവസ്വയുടെ ഫണ്ട് ഉപയോഗിച്ച് നഗരസഭയ്ക്ക് വേണ്ടിയാണ് സ്ഥാപിച്ചത്. അണ്ടർപാസേജിന്റെ നിർമ്മാണം വന്നതോടുകൂടി ആ കാലം മുതൽ നമുക്ക് ആ ഭാഗത്ത് ആ ലൈറ്റ് കത്തിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പൊ അത് അവിടേക്ക് കണക്ഷൻ KICBക്ക് കൊടുക്കുന്നതിന് പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ അതാവുന്ന ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഈ മുനിസിപ്പൽ ജംഗ്ഷൻ നമ്മുടെ സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് ബെൽമോത്തിനോട് ചേർന്ന് സ്ഥാപിച്ചാൽ നമുക്ക് സർവീസ് റോഡിലും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തേക്ക് ആവശ്യം നല്ലൊരു വെളിച്ചം കിട്ടും. അപ്പൊ അതിന്റെ ഷിഫ്റ്റിംഗ് ചാർജ് മാത്രം നമ്മൾ മുനിസിപ്പാലിറ്റി വഹിച്ചാൽ മതി എന്നാണ് KICB പറഞ്ഞത്.